തൃശൂർ നഗരത്തിന് ജീവജലം നൽകുന്ന പീച്ചി അണക്കെട്ട് കടുത്ത വരൾച്ചാ ഭീഷണിയിൽ. വൃഷ്ടിപ്രദേശത്തെ മഴക്കുറവ് മൂലം അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 28% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. ഈ നില തുടർന്നാൽ വേനലിൽ ജലവിതരണം താറുമാറാകുമെന്ന് ജലസേചന വകുപ്പിന്റെയും ജല അതോറിറ്റിയുടെയും മുന്നറിയിപ്പ്. തൃശൂർ കോർപ്പറേഷനിലെയും സമീപത്തെ 11 പഞ്ചായത്തുകളിലെയും കുടിവെള്ള വിതരണം, ജലസേചനം എന്നിവയ്ക്കായി ആശ്രയിക്കുന്നത് പീച്ചി അണക്കെട്ടിലെ ജലലഭ്യതയാണ്. 109.8 മില്യൺ ഘനമീറ്ററാണ് അണക്കെട്ടിന്റെ പൂർണ്ണ സംഭരണശേഷി. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായ വരൾച്ചയെയാണ് അണക്കെട്ട് അഭിമുഖീകരിക്കുന്നത്. 36 മില്യൺ ഘനമീറ്റർ വെള്ളം മാത്രമാണ് ഇതിനകം ശേഖരിക്കാനായിട്ടുള്ളത്. ഇത് സംഭരണശേഷിയുടെ 28.57% മാത്രമെന്ന് ജല അതോറിറ്റിയുടെയും ജലസേചന വകുപ്പിന്റെയും കണക്കുകൾ. വാട്ടർ അതോറിറ്റിക്ക് എല്ലാ ദിവസവും 50.50 ദശലക്ഷം വെള്ളം വിതരണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വിതരണം ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നുണ്ട്, പക്ഷേ അത് പമ്പിംഗ് മുഖാന്തരം തന്നെ തുടരുകയാണ്. സാധാരണ മഴ ശക്തി പ്രാപിച്ചാൽ പമ്പിംഗ് ഇല്ലാതെ ഗ്രാവിറ്റി മുഖാന്തരം തന്നെ ഈ വെള്ളം കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത്ര കാലമായിട്ടും, അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് പകുതിയോളം എത്തിയിട്ടും ഗ്രാവിറ്റി മുഖാന്തരം തന്നെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് എന്ന ഗുരുതരാവസ്ഥ ഇപ്പോൾ ഉണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ മുണ്ടകൻ കൃഷിക്കായി പ്രതിവർഷം വിനിയോഗിക്കുന്നത് 26 മില്യൺ ഘനമീറ്റർ വെള്ളമാണ്. 50 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം ജല അതോറിറ്റിക്ക് നൽകേണ്ടതുണ്ട്. എന്നാൽ വേനൽ കടക്കുന്നതോടെ ഇത് സാധ്യമാകാതെ വരുമെന്ന് ഉറപ്പാണ്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.